ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ ചങ്കാക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നതേ ഒരു വ്യക്തിനെ പരിചയപ്പെടുത്തി തരാനാണ്. പടച്ച തമ്പുരാൻ എല്ലാവർക്കും ഓരോരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഞാനിന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചിത്രം വരക്കണ നമ്മുടെ ഒരു ചങ്കിനെ പരിചയപ്പെടുത്തി തരാം. ചിലരൊക്കെ വരച്ച ചിത്രങ്ങൾ നമ്മൾ കണ്ട ജീവനുള്ളതൊക്കെ മാറി നിൽക്കേണ്ടി വരും. അത്ര അടിപൊളി ചിത്രങ്ങളേക്കാരം. ഏതായാലും ബാക്കിയുള്ള വീഡിയോ ഒന്ന് കണ്ടു. ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഏട്ടൻ വരച്ച ചിത്രങ്ങൾ. ഹരിത കർമ്മസേനക്കുള്ള സപ്പോർട്ടായിട്ടുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ. കേരളത്തിൻ്റെ ശുചിത്വ കാവലാണ്. ഈ ചുമര് മുഴുവൻ അതുണ്ട്. മാലിന്യമുക്ത കേരളത്തിലേക്ക്. ഇത് വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽപ്പെട്ട ഈ എഴുതിയ കാര്യങ്ങളൊക്കെ നമുക്കും കൂടെ ഒക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങളാട്ടോ. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം, ഭൂമിയെ രക്ഷിക്കാൻ സ്വയം രക്ഷിക്കാം. അപ്പം മക്കളെതാ നമ്മളെ ചങ്ക് ഏട്ടോ. നമസ്കാരം. നമ്മളെ പേരും ഇതൊക്കെയാണ് പറഞ്ഞ് നിങ്ങളെന്നാണ് തുടങ്ങി കളി. അതാ അപ്പൊ നമ്മളെ പേരാമ്പ്ര ഉള്ള നമ്മളെ ബാലകൃഷ്ണേട്ടന് അല്ലേ, വർണ്ണം ആർട്സില് അവര് വർക്ക് ചെയ്യണത് വർണ്ണം ആർട്സ് പറഞ്ഞ ഒരു ഇതിന്റെ കീഴിലാട്ടോ. കണ്ടില്ലേ, അതാ ചിത്രം വര പകുതി ആയിട്ടേ ഉള്ളൂ, മുഴുവനായിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അല്ലേ. ഞാൻ ഇവരെ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കട്ടോ. വേണ്ടിയില്ലേ, മിനുക്ക് പണിയാണ്. ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചാണ്. എന്നിട്ട് അതിൻ്റെ മിനുക്ക് പണി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചാൽ കർശന നടപടി, ശുചിത്വ കേരളം. അപ്പോളേ നിങ്ങളെ നാട്ടിലും ഇതുപോലെ ചുമരിലൊക്കെ വരക്കാനോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇതൊന്ന് ഉച്ചയോടുകൂടി തീരും ഏകദേശം അല്ലേ? ഇന്ന് 10 മണിയോടുകൂടി തീർക്കണം അല്ലേ? അപ്പൊ തിരക്കിട്ട പണിയിലാണ്. ആരോഗ്യ രക്ഷയ്ക്ക് മാലിന്യമുക്ത പരിസരം. ഇതേപോലെ നിങ്ങളൊക്കെ നാട്ടിലും ഉണ്ടാവും കേട്ടോ ഓരോ ആർട്ടിസ്റ്റുകൾ. കുറെ ആയപ്പോ ഈ ഫീൽഡില് ഇപ്പൊ എന്റെ വർക്കായതിനെക്കൊണ്ട് അന്ന് മുതല് കണ്ട് പഠിച്ചു. നമ്മൾ പ്രത്യേകിച്ച് അഭ്യസിക്കാനൊന്നും പോയിട്ടില്ല. ഇല്ല. അപ്പൊ ചെറുപ്പം ഉള്ളൊരു ഇതാണ്. വീട്ടില് വേറെ ആരൊക്കെ വരയ്ക്കാം? എന്റെ മകൻ വരയ്ക്കും, മകൻ വരയ്ക്കും. പക്ഷെ പുറത്തൊന്നും പോയി ചെയ്തിട്ടില്ല. വരയ്ക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞെങ്കിൽ തലമുറയായിട്ട് ചിത്രം വരക്കാരാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. മകൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ നിന്ന്? അല്ല, വീട്ടിൽ നിന്ന് മകനും ഇപ്പം ചെയ്യുന്നില്ല. അവൻ ഗൾഫും കാര്യത്തിന് പുറത്തൊക്കെ പോയി വന്ന് അങ്ങനെ കളിക്കുന്ന. വരക്കുന്നാലും പിന്നെ ആരാ ജ്യേഷ്ഠനാ വരക്കുന്ന നിങ്ങൾ? അല്ല, ജ്യേഷ്ഠനല്ല. ജ്യേഷ്ഠനാണ് യഥാർത്ഥ വര. വിക്ടറി വേലായിരുന്നു എന്ന് പറയും. ജ്യേഷ്ഠന്റെ കണ്ടിട്ടാണ് അപ്പം നിങ്ങൾ പഠിച്ചത്? അതും ഇത്ര പോലുള്ള ഇങ്ങനെ പോകുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് വിചാരിച്ചിട്ട് പോയി, പുറത്തേക്ക് പോകാൻ വേണ്ടി. പക്ഷെ അത് കുറഞ്ഞ ദിവസം അവിടെ പോയി സർട്ടിഫിക്കറ്റ് കിട്ടി പുറത്ത് പോകാനായില്ല. ആയിക്കോളൂ, അതിന് എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ. ദൈവം നിങ്ങൾക്ക് ഒരു സമയം കണക്കാക്കിണ്ടോ, ആ സമയം നിങ്ങൾ പോകും. അതുകൊണ്ട് ഇനി കഴിയണതും പോകാതെ നാട്ടിൽ തന്നെ കുടുംബത്തിൻ്റെ ഒപ്പം കയ്യല്ല ഏറ്റവും നല്ലത്. എനിക്ക് എവിടെയും പോകാനില്ല, പോക്കേ ഉള്ളൂ. ഇല്ല, അതിനൊന്നും സമയമായിട്ടില്ല. ആ ഒരു പോക്കിന് അതിനൊക്കെ ദൈവം നിങ്ങൾക്ക് ഒരുപാട് ആയുസിനിയും തരട്ടെ. അപ്പം എന്നാ ഓക്കെ, ഞാൻ പോട്ടെന്നാല്. ശരി, ഓക്കെ, കാണാം. ഓക്കെ.